ബജറ്റിൽ ജില്ലാ വിഭജനത്തെ പറ്റിയിട്ട് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ മലപ്പുറത്ത് ഒരു പുതിയതായിട്ടൊരു ജില്ല വരുന്നു, എറണാകുളത്ത് ഒരെണ്ണം വരുന്നു. പിന്നെ ഇപ്പോൾ പലതും കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇടുക്കിയിലടക്കം ജില്ലാ വിഭജനം വേണമെന്നാണ്, പഴയ ആവശ്യമൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിനകത്തൊരു സ്ട്രെസ് ഉണ്ട്, അത് തിരൂരും ഷൊർണൂരും മൂവാറ്റുപുഴയും ഒക്കെ ആണ് എന്നുള്ളതാണ്. ശരിക്കും ഇങ്ങനെ ഒരു ജില്ലാ വിഭജനത്തിൻ്റെ ആവശ്യം ശരിക്കും കേരളത്തിലുണ്ടോ? ഇന്നലെ മുഖ്യമന്ത്രി ഒന്ന് പരാമർശിച്ച് പോയതേ ഉള്ളൂ ബഡ്ജറ്റിൽ ജില്ലാ വിഭജനത്തിനെ കുറിച്ച് പറയുന്നതായിട്ട്. അതിന് നമ്മൾ ഡീറ്റെയിൽസ് എടുത്ത് മീഡിയയിൽ കൂടെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പാലക്കാടിൽ നിന്ന് ഷൊർണൂർ പോകുന്നു, മലപ്പുറത്തിൽ നിന്ന് തിരൂർ ഒരു ജില്ലയാകാൻ പോകുന്നു, എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴ ഒരു ജില്ലയാകാൻ പോകുന്നു. മൂവാറ്റുപുഴ ജില്ലയിലേക്ക് വരുമ്പോൾ ഇടുക്കിയിൽ നിന്നുള്ള കുറച്ച് പ്രദേശങ്ങളും കൂടെ അതിലേക്ക് കയറി വരും എന്നാണ് പറയുന്നത്. ജനസംഖ്യ ആനുപാതികമായിട്ട് സെൻസസ് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നത്. അവസാനമായിട്ടൊരു ജില്ല വന്നത് കാസർഗോഡ് ജില്ലയാണ് രൂപീകരിച്ചത്. എന്തിനാണ് ഇത്രയധികം ജില്ലകളെന്ന് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ചും ജനസംഖ്യ കൃത്യമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള യുവാക്കളൊക്കെ എവിടേക്കൊക്കെയോ പോയി കഴിഞ്ഞു. ജനസംഖ്യ ശരിക്കും മലയാളികളുടെ ജനസംഖ്യ കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. ഒരു ജില്ല രൂപീകരണം എന്ന് പറയുകയാണെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല പ്രിയൻ. പ്രത്യേകിച്ചും ഈ പൂച്ച പെട്ട് കിടക്കുന്ന ഖജനാവുള്ള കേരളത്തിനൊരു ജില്ല രൂപീകരിക്കണമെങ്കിൽ എത്ര കോടിക്കണക്കിന് രൂപയുടെ 100 കണക്കിന് കോടി രൂപയുടെ മുതൽ മുടക്കുണ്ട്. ഒരു സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപയായി? അവിടേക്ക് സ്റ്റാഫ് വേണ്ടേ, അവർക്കുള്ള ഇത് കൊടുക്കണ്ടേ, ശമ്പളം കൊടുക്കണ്ടേ? ഇതിനൊക്കെ ശരിയാണ് കേട്ടോ, യുവാക്കൾക്ക് സന്തോഷമാവും, തൊഴിലവസരം കൂടുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതൊന്നും നടപ്പാക്കേണ്ട സാഹചര്യം കേരളത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മലപ്പുറം ജില്ല രണ്ടാക്കണമെന്ന് കുറേ നാളായി തുടങ്ങിയതാണ്. അവിടുത്തെ ജനസംഖ്യ എക്സ്പ്ലോഡ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് മീഡിയയിൽ നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷേ അതിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എറണാകുളത്തും പാലക്കാടും ഓരോ ജില്ലകൾ വരുന്ന കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ മലപ്പുറത്ത് മാത്രം വന്നു എന്നും പറഞ്ഞിട്ട് കുറേ പേര് ചാടി ഇറങ്ങില്ല. അവിടെ ആവശ്യമാണെങ്കിൽ വേണം. എവിടെയാണെങ്കിലും ജനസംഖ്യ ആനുപാതികമായിട്ട് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓഫീസർമാർക്ക് എല്ലാവരെയും കേറ്റർ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല, താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ പേഷ്യൻസ് വരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ 2 ജില്ലകളാവേണ്ട സ്ഥലത്ത് ജില്ലകളാക്കണം. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം, മലപ്പുറത്തിനെ രണ്ടാക്കാൻ വേണ്ടിയല്ലേ പാവപ്പെട്ട എറണാകുളംകാരെയും പാലക്കാടുകാരെയും വിഭജിക്കാൻ നടക്കുന്നതെന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇത് മലപ്പുറത്തിൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മലപ്പുറത്തെ ആൾക്കാരുടെ ഈ വർധനവിനെ ആശങ്കയോടുകൂടി പല ചർച്ചകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും അങ്ങനെയൊന്ന് വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഭവത്തിൻ്റെ ലഭ്യത, നമ്മളിപ്പോൾ വിഭവത്തിൻ്റെ ലഭ്യത കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ പരാതി. ഒന്ന് ആലോചിച്ച് നോക്കൂ, മലപ്പുറം ജില്ലയിലല്ലെങ്കിൽ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇരിക്കുന്നത് ഏതാണ്ട് ഒരു ജില്ലയുടെ അറ്റത്താണ്. ഈ പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത് ഒരു അറ്റത്താണ്, അല്ല ടൗണിലല്ല ഇരിക്കുന്നത്. എയർപോർട്ട് പോലും അതെ, മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും മലപ്പുറം ജില്ലയുടെ തൊട്ടടുത്ത് മലപ്പുറം ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്, കോഴിക്കോട് വിമാനത്താവളം. അപ്പോൾ അവിടെ ആൾക്കാർക്ക് സമ്പന്നതയിൽ കുറവില്ല. അവിടെ ഈ പറയുന്ന പിന്നോക്കാവസ്ഥ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്വയം നേടാത്ത വിദ്യാഭ്യാസത്തിൻ്റെയും സ്വയം നേടാത്ത ഈ പറയുന്ന വിവാഹത്തിൻ്റെ ജോലിയുടെയൊക്കെ കാര്യങ്ങളിലൊക്കെയാണ്. അത് വെച്ചിട്ട് ഈ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രം വികസനം വരുന്നില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന വിഭവങ്ങൾ കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ആവശ്യം ശരിയാണ്, ന്യായമാണെന്ന് തോന്നുമോ? പക്ഷേ പ്രിയൻ, ഞാനിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഒരു ജില്ല രണ്ടായതുകൊണ്ട് എന്താണ് മെച്ചം? എന്താണ്? കുറേ പേർക്ക് ജോലി കിട്ടുന്നല്ലാണ്ട് എന്താണ് മെച്ചം? അതായത് വിഭവങ്ങളുടെ കൂടുതൽ വിന്യാസം വരും. വിഭവങ്ങൾ, അതായത് ഫണ്ടുകൾ, ഒരു ജില്ലയ്ക്ക് വരുന്ന ഫണ്ട് കൂടുതലാണ്. ഒരു ജില്ലയ്ക്ക് വരുന്ന അനുവദിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഒരു സിവിൽ സ്റ്റേഷനും കൂടെ വരുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടക്കും, ഒരുപാട് വികസനങ്ങൾ വരും. അത് അനുബന്ധമായിട്ട് മറ്റ് സർക്കാർ ഓഫീസുകൾ ഉണ്ടാകും, അവിടെയൊക്കെ നിയമനം നടക്കും. അവിടെയൊക്കെ വരുന്ന താൽക്കാലിക നിയമനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതി ആസൂത്രണം, ഇതൊക്കെ വരുമ്പോഴത്തേക്കും ആർക്കാണ് ലാഭം? ഒരു ജില്ലാ പഞ്ചായത്ത് വരും, കൂടുതൽ പഞ്ചായത്തുകൾ വരും. അപ്പോൾ അവർക്ക് അവിടെ ജനപ്രതിനിധികളുണ്ടാവും. ഇങ്ങനെ നമ്മൾ വൺ സൈഡഡ് ആയിട്ട് ഇങ്ങനെ ഒരു ട്രാക്കിൽ കൂടെ പോകുന്നതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. അവിടെ ജനസംഖ്യ കൂടുതലാണെങ്കിൽ അവർക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം. പക്ഷേ അത് ചെയ്തു കൊടുക്കാനുള്ള സാമ്പത്തികാവസ്ഥ, ഇപ്പം നമ്മളെല്ലാവരും കൊടുക്കുന്ന ടാക്സ് മണിയാണ് ഇപ്പോൾ ഈ ജില്ല വരുമ്പോൾ പോകാൻ പോകുന്നത്. അല്ലാണ്ട് മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആ ജില്ല രണ്ടായി ഭാഗിക്കുമ്പോൾ കിട്ടുന്ന ഈ
പ്രയോജനം കിട്ടുന്ന ആൾക്കാർ കൊടുക്കുന്ന ടാക്സ് വെച്ച് മാത്രമല്ല അവിടെ ഒരു സിവിൽ സ്റ്റേഷൻ വരാൻ പോകുന്നത്, അനുബന്ധ സൗകര്യങ്ങൾ വരാൻ പോകുന്നത്, ഹെൽത്ത് കെയർ, ഇപ്പോൾ പറഞ്ഞോളൂ ജില്ലാ പഞ്ചായത്തിന് ഒരു ഓഫീസ് വേണം, എല്ലാം വരാൻ പോകുന്നത് അവരുടെ മാത്രം ടാക്സ് പൈസ വച്ചിട്ടല്ല, കേരളത്തിൻ്റെ മുഴുവനും ടാക്സ് പൈസ വെച്ചിട്ടാണ് ഇത് വരാൻ പോകുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ സ്റ്റഡി കൂടെ നടത്തേണ്ട ആവശ്യമുണ്ട്. ഈ ജില്ല വച്ച് തന്നെ ഈ കൊച്ചു കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അറ്റത്തു നിന്ന് അറ്റം വരെ പോകാനായിട്ട് 550-600 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാസർഗോഡ് മുതൽ പാറശാല വരെ നമുക്ക് എത്താൻ പറ്റും. അങ്ങനെയുള്ള വീതിയാണെങ്കിൽ അത്ര പോലും ഇല്ല അല്ലേ, നീളമാണ് ഈ പറയുന്നത്. വീതി 200 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാൽ നമ്മളൊരു വീതി കവർ ചെയ്ത് പോകും, ഏറ്റവും അറ്റം മുതൽ അറ്റം വരെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കിത് അഫോർഡ് ചെയ്യുമോ എന്നും കൂടെ ചോദിക്കണം. 14 ജില്ലകൾ ഈ കൊച്ചു കേരളത്തിന് ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ മലപ്പുറത്തെ കുറേ അധികം ജനസംഖ്യയുള്ള പ്രദേശങ്ങൾ അടുത്ത ജില്ലകളിലേക്ക് കൂട്ടിയാൽ പോരെ? അതിനെ രണ്ടായിട്ട് വിഭജിക്കുന്ന എന്തിനാ? നമുക്ക് കോമൺ സെൻസ് ആയിട്ട് ആലോചിക്കാമല്ലോ. ഇപ്പോൾ എറണാകുളം മൂവാറ്റുപുഴയാകുമ്പോൾ ഇടുക്കി എന്നുള്ള കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസും ഭാഗങ്ങളും കൂടെ അതിലേക്ക് വരുമെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് നമുക്കറിയില്ല, കാരണം മുഖ്യമന്ത്രി അതിനെ പ്രതിപാദിച്ച് പോയതേ ഉള്ളൂ. ജില്ലാ വിഭജനത്തിനെ കുറിച്ചും ചർച്ചയുണ്ട്, അല്ലെങ്കിൽ ഒരു നോട്ടമുണ്ടെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞു പോയുള്ളൂ. കൃത്യമായിട്ട് യാതൊരു കാര്യങ്ങളും അദ്ദേഹം ബഡ്ജറ്റിൽ പറഞ്ഞില്ല. അങ്ങനെ 2 ജില്ലകളിൽ നിന്നുള്ള കുറച്ച് സ്ഥലമെടുത്തൊരു ജില്ലയാകുമ്പോൾ ഈ മലപ്പുറത്ത് തന്നെ കൂടുതൽ ജനവാസപ്രദമായിട്ടുള്ള മറ്റ് ജില്ലകളോട് തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങൾ ആ ജില്ലകളിലേക്ക് കൂട്ടിച്ചേർത്താൽ മതിയല്ലോ. എന്തിനാ അതിനെ വിഭജിച്ച് മലപ്പുറത്തിനെ മാത്രം വിഭജിച്ച് തിരൂരല്ലേ പേര് കൊടുക്കാൻ പോകുന്നത്? തിരൂർ എന്നൊരു ജില്ലയുടെ ആവശ്യം വേറെ വേണമെന്നും പറയുന്നുണ്ട്. അപ്പം 3 ജില്ലകളല്ലേ? അല്ല, അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ കേരളത്തിൻ്റെ ഈ അവസ്ഥയിൽ, സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ 2 പോയിട്ട് ഒരു ജില്ല പോലും നമുക്ക് ഉണ്ടാക്കാനുള്ള കഴിവില്ല. ഈവൻ എന്തിനിപ്പം നമ്മുടെ ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് ആന്ധ്രയും തെലുങ്കാനയായിട്ടൊരു തലസ്ഥാനം ഉണ്ടാക്കാനായിട്ട് ആന്ധ്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല. തെലങ്കാനയിലേക്ക് പോയി ഹൈദരാബാദ്. ഇത്രയും വലിയൊരു സംസ്ഥാനത്തിനെ വിഭജിച്ചിട്ട് അവർക്ക് അതിൻ്റെ നേട്ടങ്ങൾ ഇതുവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലാത്ത അവസ്ഥയിൽ ആന്ധ്രയിലെ ജനങ്ങൾ അസ്വസ്ഥരാണ്. അവിടെയും പോയിട്ടുള്ള വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? എല്ലാ കാര്യങ്ങളും ഒരു ജില്ലയിലേക്ക് വരികയും മറ്റ് ജില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് പൊങ്ങി വരേണ്ട ഒരു അവസ്ഥയും വരുമ്പോൾ അത് ആ ജില്ലയിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ന്യൂവാൻസസ്, അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ചിന്തിക്കണം. ഇപ്പം നമ്മൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ വിചാരിക്കും ഞങ്ങൾക്ക് 2 ജില്ലയായി. പക്ഷേ ഏത് ജില്ലയാണ് സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നത്? എല്ലാ അഭിവൃദ്ധിയുള്ള പ്രദേശങ്ങളും ഒരു ജില്ലയിലേക്ക് വരുമോ? ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ചേർന്നൊരു ജില്ല വരുമോ? അവരിപ്പോൾ താമസിക്കുന്ന അവസ്ഥയിൽ നിന്നും ബുദ്ധിമുട്ടിലേക്ക് പോകുമോ എന്നും ചിന്തിക്കേണ്ടേ? നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ 2 ജില്ല ഒരു സംസ്ഥാനം ഉണ്ടായേണ്ടത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ UP വിഭജിച്ച് പല സംസ്ഥാനങ്ങളായിട്ട് പോയി. പക്ഷെ സംസ്ഥാനങ്ങൾ വിഭജിച്ച് പോയപ്പോഴുണ്ടായിരുന്ന ദുരവസ്ഥ പൂർണ്ണമായും മാറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ്? അപ്പം അതുപോലെ തന്നെയാണ് ഈ ജില്ലകളെ വിഭജിച്ച് പോകുമ്പോഴും എന്തിനാണ് ഈ പാവം എറണാകുളംകാരുടെ മേത്തേക്ക് കയറുന്നത്? എന്തിനാണ് ഈ പാവം ഇടുക്കിക്കാരുടെ മേത്തേക്ക് കയറുന്നത്? എന്തിനാണ് പാലക്കാട്ടുകാരുടെ മേത്തേക്ക് കയറുന്നത്? കാരണം ഞങ്ങൾ അങ്ങനെ വളരെ സ്ട്രെയിറ്റ് ആണ്, ഞങ്ങൾ വളരെ ഡിലിജൻ്റാണ്, ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു ചിന്തയും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? മലപ്പുറത്തിനെ വിഭജിക്കുമ്പോൾ എനിക്കില്ലാട്ടോ യാതൊരു പ്രശ്നവുമില്ല. ചിലരെങ്കിലും പറയും ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ഇത്ര ആക്ഷേപങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണെന്ന് പറയാനേ പറ്റില്ല. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോറിൻ കറൻസി ഇത് വരുന്നത് അവിടെയാണ്. കാരണം അവിടുത്തെ ആൾക്കാർ ബുദ്ധിമുട്ടി പുറത്തുപോയി ജോലി ചെയ്തിട്ട് തന്നെയാണ്. അതും പറയണമല്ലോ. അത് മോശമാണെന്നല്ല പറയുന്നത്. അവർ വികസിച്ചിട്ടും പിന്നെയും നമ്മൾ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ അത് വൺ സൈഡഡ് ആയി പോകുന്നതാണ്. അവര് ശരിക്കും പറയേണ്ട അവിടുത്തെ ജനങ്ങൾ സ്വയം മുന്നോട്ട് വന്നിട്ട് പറയണം, ഞങ്ങൾ ആവശ്യത്തിനൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞു, ഞങ്ങൾ വികസിച്ചു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, മറ്റുള്ളവർക്ക് കൊടുക്കുക, മറ്റുള്ളവർക്ക് നൽകുക. ഞാൻ ഈ പറയുന്ന വിദേശ യൂണിവേഴ്സിറ്റികളിലെ കുട്ടികൾ ഇടയ്ക്ക് സമരം ചെയ്തു. ഏത് യൂണിവേഴ്സിറ്റിയാണെന്ന് ഞാൻ മറന്നുപോയി. അവർ സമരം ചെയ്തു. കാരണം ഫീസ് വർധനവ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ഫീസ് കൊണ്ട്, ഇപ്പോഴത്തെ ഫീസ് കൊണ്ട് എക്സാമിനേഷൻ നടത്താൻ കഴിയില്ല എന്ന് കുട്ടികൾ അങ്ങോട്ട് പറയുകയുണ്ടായി. അങ്ങനെ സമരം നടത്തിയ യൂണിവേഴ്സിറ്റികളുണ്ട് ലോകത്ത്. അപ്പൊ അതുപോലെ നമ്മൾ മുന്നോക്കാവസ്ഥ ആർജിക്കുമ്പോൾ നമ്മൾ സ്വയം
ഈ ഉപേക്ഷിക്കണം. മോദിജി പറഞ്ഞിട്ട് എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ ഈ പറയുന്ന സബ്സിഡി ഉപേക്ഷിച്ചില്ല. ഗ്യാസ് സബ്സിഡി ഉപേക്ഷിച്ചു. അപ്പം അതുപോലെ മലപ്പുറത്തെ ആൾക്കാരാണ് ഇത് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. കാരണം അവരവിടെ വളരെ ഹാപ്പിയാണ്. നമ്മളവിടെ കൂടെ കാർ ഓടിച്ച പലപ്പോഴും താല്പര്യമുള്ള രാഷ്ട്രീയക്കാര്, ആ രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായിട്ടാണ് നമ്മളുടെ മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി ആയതെന്നും പറയുന്നു. ആ സാഹചര്യത്തിൽ ബഡ്ജറ്റിൽ അദ്ദേഹത്തെ കൊണ്ട് എഴുതി ചേർപ്പിച്ച് വായിച്ചതേ ആയിരിക്കുള്ളൂ. ഒരു അഭിപ്രായ സർവേ നടത്തട്ടെ, അപ്പം നമുക്ക് മലപ്പുറത്തിന്റെ മനസ്സറിയാന്നേ. അതിനു മുമ്പ് നമ്മൾ എന്തിനാണ് അവരുടെ നാക്കാവുന്നത്? അവർക്ക് അങ്ങനത്തെ യാതൊരു ചിന്തയും ഉണ്ടായിട്ടില്ലായിരിക്കും. വേറെ തൽപര കക്ഷികൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികളായിരിക്കും അവിടെ 2 ജില്ല വേണമെന്ന് പറയുന്നത്. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയും 3 ജില്ലകളും കൂടെ വേണമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് മുമ്പ് നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചപ്പോൾ തിരുവനന്തപുരം ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള കാട്ടാക്കടയൊക്കെ ചേർന്നൊരു ജില്ല വേണം, ചേർന്നൊരു ജില്ല വേണം, കൊല്ലം വേണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു 10-40 ജില്ലകളായിക്കോട്ടെന്നേ. താലൂക്കുകളൊക്കെ ജില്ലയായിക്കോട്ടെ, മുനിസിപ്പാലിറ്റികളൊക്കെ കോർപ്പറേഷൻ ആക്കട്ടെ, പഞ്ചായത്തുകളൊക്കെ മുനിസിപ്പാലിറ്റികളാകട്ടെ, അല്ലേ? അപ്പം നമുക്ക് വികസിച്ചു എന്ന് പറയാം. പക്ഷെ വികസനം അതല്ല. വികസനം കേരളത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നടന്നിട്ടേ ഇല്ല. മാറി മാറി ഭരിക്കുന്ന LDF UDF സർക്കാരുകൾ നമ്മളെ ഒതുക്കി വച്ചിരിക്കുകയാണ് പ്രിയൻ. നമ്മളിപ്പോൾ TV തുറക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ഓരോ അഭിവൃദ്ധിയുടെ നാളുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളല്ല അത് കാണിച്ചു കൊണ്ട് പോകുന്നുണ്ട്. നാഗാലാൻഡിലും മേഘാലയയിലൊക്കെ പണ്ട് പോയിട്ടുള്ള കേട്ടോ. അവിടെയൊക്കെ എന്താണ് വന്നിരിക്കുന്നത്? ടാപ്പിൻ്റെ അടിയിൽ നിന്ന് വെള്ളം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർണത്തിൻ്റെ ദ്രാവകം വരുന്ന പോലത്തെ ഒരു മനസ്സിൻ്റെ ഇതാണ്. എന്തുകൊണ്ട് ഈ സിറ്റിയുടെ നടുക്ക് ഇപ്പോഴും പച്ച വെള്ളം, കുടിവെള്ളം കിട്ടാത്ത വീടുകളുണ്ടെന്നറിയാമോ? അതെന്തുകൊണ്ട്? കേന്ദ്ര സർക്കാരിൻ്റെ അല്ല, ഇവരെല്ലാം ഒളിപ്പിച്ചേക്കും. അങ്ങനെയുള്ള പദ്ധതികളെ കൊണ്ടുവന്ന് നമ്മൾ ആദ്യം പുരോഗതിയിലേക്ക് വരട്ടെ. ഈ കൊച്ചു കേരളം എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമാവട്ടെ, ഗോഡ്സ് ഓൺ കൺട്രി ആവട്ടെ. എന്നിട്ട് പോരെ ഈ വിഭജനവും അതും. ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മെച്ചപ്പെട്ട ജീവിതവും അതുകൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം ഈ 14 ജില്ലകൾ തന്നെ ഇവർ ശരിക്കും ഭരിക്കുകയാണെങ്കിൽ, വിഭവങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഈ കിമ്പളങ്ങളൊന്നും ഇല്ലാണ്ട്. രാജീവ് ഗാന്ധി, ഞാൻ എപ്പോഴും പറയും കേട്ടോ, ഇപ്പോഴും പറയാണ്, രാജീവ് ഗാന്ധി പറഞ്ഞ പോലെ 14 പൈസ മാത്രം ഇതിനു വേണ്ടി ചിലവാക്കാണ്ട് 1 രൂപയും ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കട്ടെ എന്നേ. അപ്പോൾ ഈ വിഭജനങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ സൂപ്പറായിട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് ജീവിക്കാൻ പറയും. സെൻട്രൽ ഗവൺമെൻറ് നടക്കുന്ന പദ്ധതികളും കാര്യങ്ങളും മാത്രം കേരളത്തിൽ കൃത്യമായിട്ട് നടപ്പിലാക്കിയാൽ മതി. തീരദേശ റോഡ്, ഹൈവേ, എലിവേറ്റഡ് ഹൈവേ, മെട്രോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ജനങ്ങളുടെ ഈവൻ സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്താൽ മാത്രം മതി. ഒന്നും വിഭജിക്കേണ്ട. ഞങ്ങൾ ഒത്തൊരുമയോടെ 14 ജില്ലക്കാരും സൂപ്പറായിട്ട് ജീവിച്ചോളാം. സതീശൻ നേതാവേ, താങ്കൾ വെറുതെ ഞങ്ങളുടെ മനസ്സമാധാനത്തിൽ കോയിലിട്ട് കുത്താണ്ടിരുന്നാൽ മാത്രം മതി. നല്ലൊരു മുഖ്യമന്ത്രിയാവും. വി ആർ ഓൾ വിത്ത് യു. പക്ഷേ ഇതുപോലത്തെ കുനിഷ്ട് പരിപാടികൾ കുത്തിക്കയറ്റാന്ന് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ശക്തമായിട്ട് പ്രതികരിക്കേണ്ടി വരും. എറണാകുളം ജില്ലയെ രണ്ടാക്കാൻ വേണ്ടി വരികയേ വേണ്ട, ഞങ്ങൾ സമ്മതിക്കൂല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.